ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ SI രമേശ് നമ്പ്യാർ അലീനയെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കൃഷ്ണ മാത്രമേ വീട്ടിലുള്ളൂ. കൃഷ്ണ പേടിച്ച് രേവതിക്കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നു. രേവതിക്കുട്ടിയോട് പറയുന്നു അലീന ചേച്ചി അറസ്റ്റ് ചെയ്തെന്ന്. അങ്ങനെ രേവതിക്കുട്ടി മാമച്ചനങ്ങളോടും ഗ്രേസി ആൻറ്റിയോടും പറയുന്നുണ്ട് അലീന ചേച്ചിയെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ട് പോയി. ഗ്രേസി ആൻറ്റി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ രേവതിക്കുട്ടി അവിടെ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ മാമച്ചനങ്ങളോടും ഗ്രേസി ആൻറ്റിയോടും പറയുന്നുണ്ട്. രോഹിത്ത് കേസിലകപ്പെട്ടതും പെൺകുട്ടി റേപ്പ് ചെയ്ത് വിട്ട പെൺകുട്ടി ഹോസ്പിറ്റലായ കാര്യവും ബാലേന്ദ്ര മേനോൻ കൊഴിഞ്ഞു വീണതും എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. അവർ പറയും ഇതൊരു കൊഴിഞ്ഞു പറഞ്ഞ കേസാണല്ലോ മോളെ, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണേ എങ്കിൽ എൻ്റെ അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുണ്ട് രേവതിക്കുട്ടിക്ക്. അതിനുശേഷം കൃഷ്ണമോള് നേരെ മനുഷ്യങ്ങനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. മനുഷ്യങ്ങനെ പറയും എന്താ മോളെ അത് മനുവേട്ട അലീന ചേച്ചിയെ ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും, എന്താ കാര്യം. എനിക്കറിയില്ല, രോഹിയേട്ടനെ മുറി പരിശോധിക്കണമെന്ന് പറഞ്ഞ് അവരിവിടെ വന്നത്. അതിനുശേഷം അലീന ചേച്ചി ചോദ്യം ചെയ്തായിരുന്നു. അലീന ചേച്ചിക്ക് മുമ്പ് ഹരിയേട്ടനും രോഹിയേട്ടനും ചേർന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് ചോദ്യം ചെയ്യൽ. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാണ് സ്റ്റേഷനിലോട്ട് വിളിച്ചുകൊണ്ട് പോയത്. ഇവിടെ വേറെ ആരുമില്ല മനുവേട്ട, എനിക്ക് പേടിയാവുമെന്ന് പറയും. മോൾ വിഷമിക്കാതെ, ഞാൻ എന്തായാലും സ്റ്റേഷനിലോട്ട് പോകാം, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, അലീനയെ തിരിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പെട്ടെന്ന് കാറിൻ്റെ കീ എടുത്തുകൊണ്ട് മനുശങ്കർ പോകാൻ പുറത്തിറങ്ങും. ഇവർ കൃഷ്ണയും മനുശങ്കറും തമ്മിൽ സംസാരിക്കുന്ന മുഴുവൻ താഴെ ഇരുന്ന് കമല ശ്രദ്ധിക്കുന്നുണ്ട്. പോകാനിറങ്ങുന്ന മനുവിനെ കമല ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നീ എവിടെ പോകുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകണമെന്ന് പറയും. എന്താ കാര്യം, എനിക്കിപ്പോൾ അതിപ്പോൾ അമ്മയടുത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറയും. ഉച്ചയ്ക്ക് മാറുമ്പോൾ എനിക്ക് സ്റ്റേഷനിലോട്ട് പോകണം, ഹരി ജാമ്യത്തിലിറക്കാൻ പോകണമെന്ന് ചോദിക്കും. അല്ല പിന്നെ എന്താ, നീ എന്തിനാ സ്റ്റേഷനിൽ പോകുന്നത്, അതെനിക്ക് അലീനയെ ജാമ്യത്തിലിറക്കണമെന്ന് പറയും. അലീനയോ? അപ്പോൾ കടപ്പാട്ടവർ നിൽക്കുന്ന വീട്ടുവേലക്കാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഓടിപ്പോവും, നിൻ്റെ സ്വന്തം കൂടപ്പറപ്പിന് ഒരു അപകടം പറ്റിയപ്പോൾ നിനക്ക് രക്ഷപ്പെടുത്താൻ വയ്യില്ലേ, കൂടപ്പറപ്പിന് തെറ്റ് ചെയ്താൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് അലീനയുടെ വിഷയത്തിൽ അമ്മ കണ്ടതില്ലേ എന്ന് ചോദിക്കും. എനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പോയാൽ പറ്റത്തോ. ഇല്ല മനു, നീ ഇവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, പിന്നെ ഞാൻ അവിടെ വിടത്തില്ലെന്ന് പറയും. അമ്മ മാറ്, നീ ഹരിയെ ആദ്യം എങ്ങനെയും രക്ഷപ്പെടുത്തുക, അതിനുശേഷം അലീനയുടെ കാര്യം ആലോചിക്കാമെന്ന് പറയും. ഹരി തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ ജയിലിൽ കിടക്കുന്നത്, അലീനെ അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ട് പോയത്. അമ്മ മാറാൻ പറഞ്ഞാൽ അമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കാറിൻ്റെ കീയും എടുത്ത് മനു നേരെ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഈ സമയം ജീപ്പിലിരിക്കുന്ന വനിതാ പോലീസും SI രമേശ് നമ്പ്യാറുണ്ട്. ഇവർ രണ്ടുപേരും കൂടി അലീനയെ ജീപ്പിൽ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയാണ്. ആ ജീപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ വനിതാ പോലീസ് അലീനയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിൻ്റെ നഗ്ന ഫോട്ടോയും വീഡിയോസും ഒക്കെ എങ്ങനെയാണ് ഹരിശങ്കറിൻ്റെ ഫോണിൽ വന്നതെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ആദ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ അലീന കേൾക്കുന്നത്. അലീന ചോദിക്കും എൻ്റെ ഒരു ഫോട്ടോസും ഹരിശങ്കറിൻ്റെ കയ്യിലില്ലെന്ന് പറയും. പിന്നെ നീ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് SI ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന അലീന ഭയങ്കരമായിട്ടങ്ങ് വിഷമിച്ച് വളരെ വല്ലാതെ നിൽക്കുകയാണ്. ഉടനെ നിരന്തരമായി ഞാൻ ചോദ്യം ചെയ്യിക്കുന്നത് അലീന പറയും എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എൻ്റെ ഒരു ഫോട്ടോസും ആരുടെയും ഇല്ലെന്നൊക്കെ പറയും. അലീന വളരെ വിഷമിച്ച് മുഖവും തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ് പേടിച്ചുകൊണ്ട്. ഇതെല്ലാം ഗ്ലാസ്സിൽ കൂടി SI രമേശ് നമ്പ്യാർ കാണുന്നുണ്ട്. അവൻ ചോദിക്കും സാറേ ഇവൾ ഒന്നും പറയുന്നവളല്ലെന്ന് തോന്നുന്നു, നമുക്ക് ഇവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാമെന്ന് പറയും. അതേ നടക്കത്തുള്ളൂ, സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ മാത്രമേ ഇവൾ സത്യം പറയത്തുള്ളൂ എന്ന് പറയും. എങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരും. സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ മൊത്തം അങ്ങും മാധ്യമപ്രവർത്തകരും ചാനലുകാരും ബ്ലോഗർമാരുടെയും ബഹളം. കാരണം റേപ്പ് ചെയ്തപ്പെട്ട പെൺകുട്ടിയാണോ എന്നുള്ള സംശയത്തിന് പുറത്താണ് നാട്ടുകാർ മുഴുവൻ സദാചാര പോലീസ് ഉൾപ്പെടെ വന്ന് അവിടെ സ്റ്റേഷന് പുറത്ത് കാവൽ നിൽപ്പുണ്ട്. ശർക്കരയിൽ ഈച്ച പൊതിയുന്ന കണക്ക് നിറച്ച ആൾക്കാർ വന്ന് കൂടി നിൽക്കുകയാണ്. പോലീസുകാർ മൊത്തം ചുറ്റും നിന്നുകൊണ്ടാണ് അലീനയെ സ്റ്റേഷനകത്തോട് കൊണ്ടുവരുന്ന സമയത്ത് ഹരിശങ്കർ ഉൾപ്പെടെ 3 പേരാണ് സ്റ്റേഷനിൽ. ആ സമയത്ത് പരിചിതമല്ലാത്ത 2 മുഖങ്ങൾ ആ സ്റ്റേഷനിലെ സെല്ലിൽ കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് ഹരിശങ്കറും രോഹിത്തുമാണ്. ഹരിശങ്കറിനെ കണ്ടതും അലീനയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. ഇതിനെല്ലാം കാരണം അവനാണെന്നുള്ളത് അലീനയ്ക്കറിയാം. ഹരിശങ്കറിനെ കണ്ടതും അലീന രൂക്ഷമായി നോക്കുമ്പോൾ തിരിച്ച് ഹരിശങ്കർ ഒരു ചിരിയോടുകൂടി അലീനയെ നോക്കുന്നുണ്ട്. നീയും ജയിലിലായല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഹരിശങ്കറിൻ്റെ മുഖത്ത്. അപ്പോഴത്തേക്ക് തിരിച്ച് വളരെ വിഷമിച്ച് രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത്ത് അലീനയെ കണ്ടതും കുറച്ച് ബാക്കിലോട്ട് മാറി ഭിത്തിയിൽ ചാരി അങ്ങ് കുഴഞ്ഞ് നിൽക്കുകയാണ്. ഇത് കാണുന്ന അലീനയ്ക്ക് വളരെയധികം വിഷമമുണ്ട്. സ്വന്തം സഹോദരനാണെന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാമല്ലോ. അലീനെ പെട്ടെന്ന് വനിതാ പോലീസ് വരാൻ പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെ നടക്കുന്നത് ചോദ്യം ചെയ്യലാണ്. അലീനയുടെ SI രമേശ് നമ്പ്യാർ വളരെ നിഷ്പക്ഷമായി വളരെ ചോദ്യം ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ അവിടെ കടപ്പാട്ടൂർ വീട്ടുവേലക്കാരിയായിട്ട് വന്നിട്ട് എത്ര നാളായി, നിന്നോട് അവരെല്ലാം ഏത് രീതിയിലാണ് പെരുമാറുന്നത്,
ബാലേന്ദ്രൻ മേനോൻ നീയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നൊക്കെയുള്ള പല രീതിയിൽ തിരിച്ചും മറിച്ചുള്ള ചോദ്യം ചെയ്യലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ഈ രോഹിത്തിനെയും ഹരിശങ്കറിനെ അറിയാവുന്ന ചോദിക്കും. അറിയാം, ഇത് ബാലേന്ദ്രൻ സാറിൻ്റെ മകനാണ്, ഇത് ബാലേന്ദ്രൻ സാറിൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ മകനാണെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കും, ഇവർ ഈ പ്രതികളിൽ ആരെങ്കിലും നിന്നോട് ഇതിനു മുമ്പ് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന ഒന്നും മിണ്ടത്തില്ല. നിന്നോട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ നിൽക്കുന്ന രോഹിത്തും ഹരിശങ്കറും നിന്നോട് ഏതെങ്കിലും രീതിയിൽ മാനസികമായോ ശാരീരികമായോ നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അലീന മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്ക് പറയടി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പേടിപ്പിക്കും. അപ്പോഴത്തേക്ക് ഇല്ലെന്ന് പറയും. ഇല്ലയോ, പിന്നെ ഇവന്മാരെ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്, പിന്നെ നീ നുണ പറയുന്നോടി എന്ന് വെച്ചുകൊണ്ട് പോലീസിൻ്റെ മട്ടുമാതിരിയൊക്കെ അങ്ങ് മാറുകയാണ്. നീ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കുന്നു. നീ അന്നൊരു പരാതി എഴുതി കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിക്ക് ഇതേ കണക്ക് ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നോടി. ഇവന്മാർ അങ്ങനെ ഒരു പീഡനശ്രമം ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ അലീനയോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അലീന ഭൂമി പിളർന്ന് താഴോട്ട് പോയാൽ മതി എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. പോലീസുകാർ പിന്നെയും ചോദിക്കുന്നുണ്ട്, നിന്നോടാ ചോദിക്കുന്നത്, ഇവന്മാർ നിനക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലീന പറയും ഉണ്ട്. പിന്നെ നീ എന്തിനാണ് ആദ്യമേ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്? അത് സാറേ, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, കുറേ വർഷമായി, കുറേ നാളായി, ഇനിയും അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്ത് ചെയ്യണോ ഞങ്ങൾ തീരുമാനിച്ചോളാം, വർഷങ്ങളായ കേസും പിന്നെയും ഞങ്ങൾ ചെകഞ്ഞെടുക്കും. നിന്നോട് അവന്മാർ എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം എന്ന് പറയും. എന്നിട്ട് ചോദിക്കും ഉണ്ടെന്ന് പറയും. അപ്പോൾ ഉണ്ടായിട്ട് നീ ഇല്ലെന്ന് കള്ളം പറഞ്ഞു, നീ അന്നൊരു പരാതി കൊടുക്കാൻ തയ്യാറായില്ല, പറയടാ എന്താണെന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തോട്ട് ചെല്ലും. ഹരി പറയും, ഞങ്ങൾ ജ്യൂസിൽ മരുന്ന് കലർത്തി അലീനയ്ക്ക് കൊടുത്തായിരുന്നു, അവളത് കുടിച്ചൊരു മയങ്ങി വീണു, പിന്നെന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് റേപ്പ് ചെയ്യാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം, പക്ഷേ അവൾ സ്വയരക്ഷയ്ക്കായിട്ട് അവിടെ ഇരുന്ന കത്രിക എടുത്ത് സ്വന്തമായിട്ട് കുത്തി അവൾ ആത്മഹത്യ ശ്രമിച്ചെന്ന് പറയും. ഇല്ലായിരുന്നെങ്കിൽ റേപ്പ് ചെയ്തതെന്ന് തന്നെ ഹരി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അലീന പറയും, അതെല്ലാം കഴിഞ്ഞു പോയി സാറേ, കഴിഞ്ഞു പോയ പ്രശ്നങ്ങളാണ്, എനിക്കതിൽ പരാതിയൊന്നുമില്ല. നിനക്ക് പരാതി ഇല്ലായിരിക്കും, പക്ഷേ നീ ഒരു പരാതി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആ കേസും കൂടി ചേർത്ത് ഈ കേസ് ബലപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇല്ല, എനിക്ക് പരാതി ഇല്ലെന്ന് തന്നെയാണ് അലീന പറയുന്നത്. എനിക്ക് പിന്നെ നീ ഇവിടുന്ന് പോകുന്നതൊന്ന് കാണണമെന്ന് പറയും. ഞാൻ പറയുന്ന കണക്ക് ചെയ്താൽ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് പ്രതിയാവുമെന്ന് പറയും. അലീന ഒരു കാരണവശാലും സ്വന്തം സഹോദരനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാവത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് CI കോള് വരുന്നുണ്ട്. CI ഗോപാലകൃഷ്ണ പണിക്കനാണ് കേസ് ചുമതല വയ്ക്കുന്നത്. ആ സമയത്ത് വയ്ക്കും, സാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീനയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ ഇവിടെ? സാറേ, കുറച്ച് ദിവസം മുമ്പ് നടന്ന ഗ്യാങ് റേപ്പിൽ പീഡനം നടത്തിയവന്മാരാണ് ഈ നിൽക്കുന്നത്. ആ വീട്ടിലെ സർവൻ്റാണ് ഇവളുടെ പേര് അലീന. ഇവളെയും മുമ്പ് ഇവന്മാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഇവളൊരു പരാതി തന്നില്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഇന്ന് ദുരവസ്ഥ ഉണ്ടായത്. ഇപ്പോഴും അവൾക്ക് പരാതി ഇല്ലെന്ന് തന്നെ പറയുന്നത്. ആ പരാതി തരാൻ ഇവൾ തയ്യാറുമല്ലെന്ന് പറയും. എന്താ ചെയ്ത്? നിനക്ക് അന്നൊരു പരാതി കൊടുത്തുകൂടായിരുന്നു? നീ ആ വീട്ടിലെ സർവൻ്റ് മാത്രമല്ലേ? നിനക്കെതിരെ ഇങ്ങനൊരു പീഡനശ്രമം നടക്കുമ്പം നീ പോലീസ് പരാതിപ്പെടേണ്ടായെന്ന് ചോദിക്കും. പരാതി കൊടുത്തെങ്കിലേ നമുക്ക് കേസ് അന്വേഷിക്കാനും ഇനി ഇവന്മാർ ഇങ്ങനെയുള്ള ദുഷ്കർമ്മം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കതിനുള്ള പ്രതിവിധികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല സാറേ, എനിക്ക് പരാതിയൊന്നുമില്ല. നിനക്ക് പരാതി വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് ഈ കേസിൽ ഇവന്മാരെ പ്രതിയാക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ പരാതി ഞങ്ങൾക്കെതിരെ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇവന്മാർക്കെതിരെ നീ പരാതി തന്നേ പറ്റൂ. അപ്പോൾ ഈ അലീന ഉറച്ച് നിൽക്കുമ്പോൾ എനിക്ക് പരാതിയില്ല, രോഹിത് ഉള്ളതുകൊണ്ട് മാത്രമാണ് അലീന അതിന് പരാതി കൊടുക്കാത്തത്. എങ്ങനെയെങ്കിലും രോഹിത്തിനെ ജാമ്യത്തിലെടുക്കണമെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവിടെ നടന്ന സത്യാവസ്ഥകൾ അറിയണമെന്നുണ്ടെങ്കിൽ രോഹിത്ത് ജാമ്യത്തിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് അലീനയുടെ പക്ഷം. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അലീന രക്ഷപ്പെടുത്തി കിടക്കണം. സ്വന്തം സഹോദരനാണല്ലോ രോഹിത്ത്. പക്ഷേ ഈ ഹരിശങ്കർ ഉള്ളതുകൊണ്ടാണ് ഈ അലീനയ്ക്ക് ഇത്ര ദേഷ്യം. അപ്പോഴേ ഒരു തരത്തിലും പരാതി കൊടുക്കാൻ അലീന തയ്യാറാവാത്തപ്പം CI പറയും, ശരി, പകൽ പരാതി ഇല്ലാത്തവർക്ക് രാത്രി പരാതി കാണും, ഇവളിവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ CI അങ്ങ് പോവുകയാണ്. വലിയ കാശുള്ള വീട്ടിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും മക്കളായതുകൊണ്ടായിരിക്കും നിനക്കൊന്നും പരാതി ഇല്ലാത്തത് ഇല്ലയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും രമേശ് നമ്പ്യാർ ദേഷ്യപ്പെട്ടാണ് അലീനയോട് സംസാരിക്കുന്നത്. ശരി, നീ ഇവിടെ ഇരുന്നു, നിനക്ക് രാത്രി പരാതി ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾ പറയാമെന്ന് പറയും. അങ്ങനെ അലീന വിഷമിച്ചോണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തിയുടെ പാർട്ടാണ് കാണിക്കുന്നത്. വൈജയന്തി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വൈജയന്തി നോക്കാനായിട്ടൊരു ഹോം നേഴ്സ് അവിടെ ഓൾറെഡി ഹോസ്പിറ്റലിൽ നിൽപ്പുണ്ട്. ആ സമയത്ത് കമലയാണ് ആദ്യം രോഹിത്തും ഹരിശങ്കറും സ്റ്റേഷനിലായ കാര്യം വിളിച്ച് പറയുന്നത്. അതിനുശേഷം ബബിത വിളിച്ച് പറയുന്നുണ്ട്, ഹരിശേട്ടനും രോഹിയേട്ടനും സ്റ്റേഷനിലാണ്, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വൈജയന്തിക്ക് നല്ല ടെൻഷനുണ്ട്, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാൻ വയ്യ.
ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. കമല അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വരുത്തില്ല. അങ്ങനെ അതുകൊണ്ട് വിവരങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ല. രാവിലെ ആകുമ്പോൾ പത്രം വരും. പത്രത്തിനകത്ത് പത്രം തുറന്നു നോക്കും. ഫ്രണ്ട് പേജിൽ തന്നെ പീഡന കേസിലെ 4 പ്രതികൾ പിടിയിൽ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോട് കൂടി തന്നെ ഒരു പത്രം വരികയാണ്. ആ പത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ 4 പേരുടെയും ഫോട്ടോ. രോഹിത്തിൻ്റെ ഫോട്ടോ കാണുന്നതും വൈജയന്തിൻ്റെ കണ്ണങ്ങ് മങ്ങിപ്പോവാണ്. ഫോട്ടോയ്ക്കകത്ത് കണ്ണ് നിറഞ്ഞ് മകനെ ഫോട്ടോ കാണാൻ പോലും പറ്റാത്ത രീതിയിലങ്ങ് വല്ലാതൊരു മാനസിക വിഭ്രാന്തിയിലാണ് വൈജയന്തി അവിടെ കിടക്കുന്നത്. അതിനുശേഷം 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നിട്ട് വൈജയന്തിയെ ചൂണ്ടിക്കൊണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. കാരണം സ്വന്തം മകനാണ് ഇങ്ങനൊരു കേസിലകപ്പെട്ടതെന്നുള്ള ആൾക്കാരുടെ സംസാരങ്ങളാണ് ഇതെല്ലാം കേൾക്കുന്ന വൈജയന്തി ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കിടക്കുന്നുണ്ട് പാല ടൗണിൽ ബിസിനസ് ചെയ്യുന്ന ബാലചന്ദ്രൻ മേനോൻ്റെയും ബാങ്കിൽ ജോലി ചെയ്തിരുന്ന വൈജയന്തിയുടെയും മകനായ രോഹിത്ത്. ഇതാണ് പെട്ടെന്ന് തന്നെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അത് കാണുന്ന വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വന്തം മകൻ ഇങ്ങനൊരു കേസിലകപ്പെടുന്ന ഒരിക്കലും സ്വന്തം അമ്മ വിചാരിക്കുന്ന കാര്യം പോലും അല്ലല്ലോ. അതിനുശേഷം ഈ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. ഒന്നും പത്രത്തിൻ്റെ തലക്കെട്ട് താത്തു വെച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞു കിടക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ അങ്ങോട്ട് വരും. നിങ്ങളുടെ മകനാണോ പീഡന കേസിൽ അറസ്റ്റിലായത്? ഒന്നും മിണ്ടുന്നില്ല. പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോയും വിവരങ്ങളും എല്ലാം വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഹസ്ബൻഡും അപ്പുറത്ത് സുഖമില്ലാതെ അപ്പുറത്തെ റൂമിൽ അഡ്മിറ്റാന്ന് പറയും. എല്ലാം കേട്ടിട്ടും വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ചിങ്ങനെ കിടക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഗോവർദ്ധനെയാണ്. ഗോവർദ്ധൻ ബാലേന്ദ്രൻ മേനോൻ കിടക്കുന്ന കാർഡിയക് ICUവിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ പത്രത്തിനകത്ത് ആരുടെയും ഫോട്ടോ ഒന്നും വരരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. പത്രം കിട്ടിയതും രാവിലെ ഫ്രണ്ട് പേജ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തന്നെ പീഡനക്കേസിൻ്റെ പ്രതികൾ പിടിയിൽ എന്ന് പറഞ്ഞ് 4 പേരുടെ ഫോട്ടോ ഉൾപ്പെടെ. ഇത് കാണുന്ന ഗോവർദ്ധൻ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എങ്ങനെ പുറത്തിറങ്ങും, ആൾക്കാരെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി അലീനയും ഇവർ ഈ കേസിൽ പ്രതി ചേർക്കുമോ, അതോ മാമച്ചനങ്ങളും ഗ്രേസി ആൻ്റിയും കൂടി ചേർന്ന് അലീനയെ കേസിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും ചേർന്ന് രോഹിത്തിനെ ജാമ്യത്തിലെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.